നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അതിലാദ്യം നമുക്ക് നോക്കാം സർക്കുലർ മോഷൻ. എന്താണ് സർക്കുലർ മോഷൻ? ദ മോഷൻ ഓഫ് എ ബോഡി എലോങ് എ സർക്കുലർ പാത്ത്. ഇൻ സർക്കുലർ മോഷൻ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ റിമെയിൻ ഫിക്സഡ്. ഒരു സർക്കുലർ പാത്തിലൂടെയുള്ളൊരു ബോഡിയുടെ മോഷനെയാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഈ കേസിൽ അതിനെന്ത് കാണും? ഒരു ഫിക്സഡ് സെൻറ്റർ ഉണ്ടായിരിക്കും. ദ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ബോഡീസ് മൂവിങ് ഇൻ സർക്കുലർ പാത്ത് എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ്, ഫ്ലൈ വീലിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ പുള്ളീസിൻ്റെ മൂവ്മെൻറ്റ്. ഇനി നെക്സ്റ്റ്, എന്താണ് ആംഗുലർ വെലോസിറ്റി? Angular velocity is defined as the rate of change of angular displacement of a body. Angular displacement is always measured in terms of angle covered by the body from the initial position. ഇതെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു ബോഡി കവർ ചെയ്ത ആംഗിൾ ഇൻ ടേംസ് ഓഫ് ആംഗിൾ കവേർഡ് ബൈ ദി ബോഡി ഫ്രം ദി ഇനിഷ്യൽ പൊസിഷൻ. ആദ്യത്തെ പൊസിഷനിൽ നിന്ന് അവസാനം വരെ എത്താൻ വേണ്ടിയിട്ട് അത് എത്ര ആംഗിൾ കവർ ചെയ്തു എന്നതിനെയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ആ പറഞ്ഞ ഡെഫിനിഷനാണ് താഴെ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതിയിട്ടുള്ളത്. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആംഗുലർ നോക്കിയേ, ഇതൊരു സർക്കിളുണ്ട്. ഒരു ബോഡി ആണെങ്കിൽ എ മുതൽ ബി വരെ മൂവ് ചെയ്തു. അത് മൂവ് ചെയ്തിട്ടുള്ള ആംഗിൾ, കവർ ചെയ്ത ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റിനെ എങ്ങനെ എഴുതാം? തീറ്റ ബൈ ടി എന്ന് എഴുതാം. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലീനിയർ വെലോസിറ്റി? ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. നമ്മൾ സാധാരണ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനി ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി അത് ഇക്വേഷൻ ആക്കിയാലോ? വി ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ ബൈ ടി. തീറ്റ എന്ന് പറയുന്നത് അറിയാം, ഒരു ബോഡി ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷൻ വരെ എത്തുന്നതിന് വേണ്ടി എത്ര ആംഗിളാണ് കവർ ചെയ്തത്, അതിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി അതിനെങ്ങനെ എഴുതാം? വി ഈക്വൽ ടു ആർ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. അതായത് തീറ്റ ബൈ ടി ആണല്ലോ നമ്മുടെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ പറഞ്ഞതാണ് തീറ്റ ബൈ ടി ആണ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ വി ഈക്വൽ ടു എന്താണ്? ആർ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. ഓക്കെ. ഇനി ആംഗുലർ ആക്സിലറേഷൻ എന്താണ്? അതിന് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. നോർമലായിട്ട് ആക്സിലറേഷൻ എന്താണ്? വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ബൈ ടൈം. അതുപോലെ തന്നെയാണ് ആംഗുലർ ആക്സിലറേഷൻ ആണെങ്കിൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. അതായത് യൂണിറ്റ് എന്ന് പറയുന്നത് റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് ആൽഫ ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ആയിട്ട് എഴുതാം. അതായത് അതിനെങ്ങനെയോട്ട് മാറ്റാം? തീറ്റ ഇൻ ടേംസ് ഓഫ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൽഫ ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി, അതായത് ആംഗുലർ വെലോസിറ്റി ഇൻറ്റു തീറ്റ, അതായത് ഇൻ ടേംസ് ഓഫ് തീറ്റയും കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ആംഗുലർ ആക്സിലറേഷൻ എന്ന് അറിഞ്ഞാൽ മതി. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ഇനി അടുത്ത ഇക്വേഷൻ ഓഫ് മോഷൻ എലോങ് എ സർക്കുലർ പാത്ത്. ഒരു ബോഡി സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ഇക്വേഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റിയോ ഫൈനൽ വെലോസിറ്റിയോ ടൈമോ ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ ആക്സിലറേഷൻ അങ്ങനെ കാണണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കിയേ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ 0 അല്ലേ? അതായത് 0 വന്നു കഴിഞ്ഞാൽ അതിനെ ഇനിഷ്യലായിട്ട് ഡിനോട്ട് ചെയ്യാം. ഈക്വൽ ടു ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ബോഡി, അതിനെ റാഡ് പെർ സെക്കൻഡ് ആക്കി എഴുതാം. ഇനി അടുത്ത് ഫൈനൽ ആംഗുലർ വെലോസിറ്റി ടി എന്ന് പറയുന്നത്
ടി എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ് ആണ്, തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷൻ ആണ്. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സുകളിൽ ലീനിയർ മോഷനിലുള്ള ഒരു ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയോ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആ ബോഡി സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 3 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചു അല്ലേ? അതായത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതുപോലെ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇനി അതിനെന്ത് ചെയ്യുക? വിയുടെ സ്ഥാനത്ത് ഒമേഗ എഴുതുക, ഒമേഗ. ഇനി യുടെ സ്ഥാനത്ത് ഒമേഗ 0 എഴുതുക. ഇനി എസിൻ്റെ സ്ഥാനത്ത് തീറ്റ, അതുപോലെ തന്നെ എയുടെ സ്ഥാനത്ത് ആൽഫ. ഇത് മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്തായി മാറും? നമുക്ക് ആംഗുലാർ ബോഡി, അതായത് ഒരു ബോഡി സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്താൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായിട്ട് മാറും. ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ RPM ആൻഡ് ആംഗുലാർ വെലോസിറ്റി. RPM എന്ന് പറയുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്, അതായത് നമ്പർ ഓഫ് റെവല്യൂഷനെയാണ് നമ്മൾ RPM എന്ന് പറഞ്ഞ് എഴുതുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് N എന്നാണ്. N ഈക്വൽ ടു RPM ഓഫ് എ ബോഡി. ഇനി ഒമേഗ ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ബോഡിയാണ് ഒമേഗ എന്ന് പറയുന്നത്. എങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും അറിയാം? ഒരു സെക്കൻഡ് എന്നത് 60 ആണല്ലേ? അപ്പോൾ N ബൈ എന്ത് ചെയ്യുക? 60 എഴുതുക. ഓക്കെ, എന്നിനെയാണ് നമ്മൾ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മിനിറ്റ്, അതായത് റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്നിനെയാണ്. അത് 60 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ ഉണ്ടാക്കി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? N ബൈ 16 കൊടുത്താൽ മതി. ഓക്കെ, ഇനി അപ്പോൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് റെവല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ എന്തെഴുതാം? ഒമേഗ ഈക്വൽ ടു 2πn/60. അത് പഠിക്കണം, ഈ ഇക്വേഷൻ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് റെവല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒമേഗ ഈക്വൽ ടു 2πn/60. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻസ് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വായിക്കുക, ഗിവൺ ഡാറ്റ എഴുതുക, അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് 5 rad/second. After 4 seconds, the angular velocity of the body become 13 rad/second. Determine the angular acceleration of the body. ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 5 rad/second ആണ്. ഇനി 4 സെക്കൻഡ് കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ബോഡി എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ ആംഗുലർ വെലോസിറ്റി എത്രയായിട്ട് മാറും? 13 rad/second ആയിട്ട് മാറും. എങ്കിൽ എങ്ങനെ ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആദ്യം ഗിവൺ ഡേറ്റ എഴുതാം. ഇവിടെ നോക്കിയേ, ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ആണ് 5 എന്ന് തന്നിട്ടുള്ളത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഒമേഗ 0. ഇനി ഫൈനൽ ആണെങ്കിലോ 13 rad/second തന്നിട്ടുണ്ട്. ഇനി ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കറിയാം V ഈക്വൽ ടു U പ്ലസ് AT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഫൈനൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 13ഉം ഇനി ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 5ഉം ആണ്. അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? ഇവിടെ ആൽഫ കണ്ടുപിടിക്കുക. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷൻ ആണ്. ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക, ഇൻ്റർചേഞ്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. ആൻസർ വന്നത് 2 rad/second² ആയിട്ട് കിട്ടും. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കിയേ, സിമ്പിളാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഗിവൺ ഡാറ്റ എഴുതുന്നു, ഇക്വേഷൻ ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്നാണ്ട് കാരണം എന്തുകൊണ്ടാണ്? ഏതൊക്കെ ഡാറ്റ തന്നിരിക്കുന്നോ ആ ഡാറ്റ ഉൾക്കൊള്ളുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? എടുക്കുക. ഓക്കെ, ഇനി നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ വീൽ റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് അറ്റ് 20 RPM is uniformly accelerated for 70 seconds, during which time it makes 50 revolution. Find angular velocity at the end of this interval and time required for the speed to reach 100 revolution per minute. ഒന്നാമത്തേന്ന് പറയുന്നത് ഒരു വീൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫിക്സഡ് ആക്സിസിൽ ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റെവല്യൂഷൻ പെർ മിനിറ്റ് എത്രയാണ്? 20 ആണ്. ഇനി എത്ര സമയം എടുത്തിട്ടാണ് അത് റെവല്യൂഷൻ നടത്തുന്നത്? 70 സെക്കൻഡ് ആണ്. ഇനി
ഡ്യൂറിങ് വിച്ച് ടൈം ഇറ്റ് മേക്സ് 50 റെവല്യൂഷൻ. ഇനി 70 സെക്കൻഡ് കൊണ്ട് ടോട്ടൽ എത്ര റെവല്യൂഷൻ നടത്തുന്നുണ്ട്? 50 റെവല്യൂഷൻ നടത്തുന്നുണ്ട്. എങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ആംഗുലർ വെലോസിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല്ലിൻ്റെ അവസാനമുള്ള ആംഗുലർ വെലോസിറ്റി, അതായത് ഫൈനൽ അല്ലേ. ഇനി അതുപോലെ തന്നെ ദ ടൈം റിക്വയർഡ് ഫോർ ദി സ്പീഡ് ടു റീച്ച് 100 റെവല്യൂഷൻ പെർ മിനിറ്റ്. ഇനി ഈ ഇപ്പം 70 സെക്കൻഡിൽ 50 റെവല്യൂഷൻ ആണെങ്കിൽ എത്ര സമയം കൊണ്ടായിരിക്കും 100 റെവല്യൂഷൻ പെർ മിനിറ്റ് എത്തുക? അതായത് 100 RPM എത്തുന്നത് എത്ര സമയം കൊണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിക്കുക. ആദ്യം ഗിവൺ ഡേറ്റ എന്ന് തന്നിട്ടുണ്ട്, 20 RPM ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാം അല്ലേ, 2πn/60. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 2.094 rad per second കിട്ടും. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്ന്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഇക്വേഷൻ തന്നിരിക്കുന്ന പ്രോബ്ലം വായിക്കുക, ഗിവൺ ഡേറ്റ എഴുതുക, ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ ഇവിടെ. ഇനി നമ്പർ ഓഫ് റെവല്യൂഷൻ. ഇനി അടുത്തെന്ത് പറഞ്ഞിട്ടുണ്ട്? 70 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 50 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 1 റെവല്യൂഷനിലുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്പർ ഓഫ് റെവല്യൂഷൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഒരിക്കൽ കൂടെ പറയാം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 റെവല്യൂഷൻ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ. അതായത് ഒരു റെവല്യൂഷനിലുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്പർ ഓഫ് റെവല്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 70 സെക്കൻഡ് കൊണ്ട് 50 റെവല്യൂഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിന് 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2π ആണ്. ഓക്കെ, ആ ഇക്വേഷനിൽ കൊടുക്കുക. നമുക്ക് 314.15 റേഡിയൻസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ആംഗുലർ വെലോസിറ്റി അറ്റ് എൻഡ് ഓഫ് 70ൻ്റെ അതായത് 70 സെക്കൻഡിൻ്റെ അവസാനം ഉള്ള ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഗിവൺ ഡേറ്റ അനുസരിച്ചിട്ടാണ് തീറ്റ ഈക്വൽ ടു ω0t പ്ലസ് ഹാഫ് α t² എടുത്തത്. അതായത് തീറ്റ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ω0യും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ. എത്രാമത്തെ? 70 സെക്കൻഡിലെ ആംഗുലർ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആൽഫ കണ്ടുപിടിച്ചു. ഇനി ആൽഫ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു 70 സെക്കൻഡിലെ ആംഗുലർ വെലോസിറ്റിയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഫൈനൽ വെലോസിറ്റിയാണ്. അതുകൊണ്ട് ω ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി. ഓക്കെ, ω0 എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ളത് കൊടുക്കുക. ആൽഫ ദാ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയെന്നാണ്? 70 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 6.8824 rad per second എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ടൈം റിക്വയർഡ് ഫോർ ദി സ്പീഡ് ടു റീച്ച് 100 RPM. 100 RPM എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം. അതായത് ഇവിടെ n ഈക്വൽ ടു എത്രയായി? 100 RPM ആണ്. ഇനി ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? ω ഈക്വൽ ടു 2πn/60 ആണ്. ω ഈക്വൽ ടു 2πn/60 എത്ര കിട്ടും? 10.472 rad per second. ഓക്കെ, ഇനി ω ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി. അതായത് ω ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി. ω എന്ന് പറയുന്നത് എത്രയാണ്? 10.472 ഈക്വൽ ടു ω0 എന്ന് പറയുന്നത് 2.094 പ്ലസ് ആൽഫ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചതാണ് ആൽഫ. ഇനി അവിടെ ടി കണ്ടുപിടിക്കുക. ഓക്കെ, ω നോണാണ്, ω0 നോണാണ്, ആൽഫ നോണാണ്. അവിടെ നിന്ന് ടി കണ്ടുപിടിക്കുക. എത്ര കിട്ടി? 122.48 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തൊരു ഒരിക്കൽ കൂടെ വീഡിയോ എന്ത് ചെയ്യുക? ആദ്യം മുതൽ കാണുക. ഓക്കെ, ഇനി അടുത്തത് പ്രൊജക്ടൈൽസ്. എന്താണ് പ്രൊജക്ടൈൽസ് എന്ന് നോക്കാം. അപ്പോൾ when a particle is projected upward at a certain angle, the particle traces some path in the air. ഇത്രയേ ഉള്ളൂ. ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ആംഗിളിൽ നമ്മൾ എറിയുന്നു. ഓക്കെ, അതെന്ത് ചെയ്യും? എന്തായാലും ആ എയറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പാത്ത് ട്രേസ് ചെയ്തിട്ട് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? ഗ്രൗണ്ടിലോട്ട് പതിക്കുള്ളൂ അല്ലേ? അതായത് ഗ്രൗണ്ടിലോട്ട് പതിക്കുന്നതിന് മുമ്പ് ആ എറിയുന്ന പാർട്ടിക്കിളിന് എന്ത് കാണും? ഒരു പാത്ത് കാണും. ഓക്കെ,
അതാണ് പറയുന്നത് ഫാൾസ് ഓൺ ദി ഗ്രൗണ്ട് അറ്റ് എ പോയിന്റ് അതർ ദാൻ ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ദ പാത്ത് ട്രേസ്ഡ് ബൈ ദി പാർട്ടിക്കിൾ ഇൻ എയർ ഈസ് നോൺ ആസ് ട്രജക്ടറി. അപ്പോൾ നമ്മൾ ഈ എറിയുന്ന ഒരു ആംഗിളിൽ എറിയുന്ന പാർട്ടിക്കിൾ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ എടുക്കുന്ന ഈ പാത്തിനെയാണ് നമ്മൾ ട്രജക്ടറി എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ എറിയുമ്പോൾ സഞ്ചരിക്കുന്ന പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. ഇനി ഈ പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ പാർട്ടിക്കിൾ വേറസ് ദി ട്രജക്ടറി ഓഫ് ദി പാർട്ടിക്കിൾ വേറസ് ദി പാർട്ടിക്കിളിന് പറയുന്ന പേര് പ്രൊജക്റ്റൈലാണ്. ദ പാത്ത് ട്രേസ്ഡ് ബൈ ദി പാർട്ടിക്കിൾ എന്താണ്? ഷേപ്പ് പരാബോളിക് ആയിരിക്കും. ഒരിക്കൽ കൂടെ പറയാം, ഒരു പാർട്ടിക്കിളിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ എറിയുന്നുണ്ട്. അപ്പോൾ എറിയുമ്പോൾ അത് സഞ്ചരിക്കുന്ന പാത്തിനെയാണ് ട്രജക്ടറി ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ ആ പാർട്ടിക്കിളിനെ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നു. ഈ പാർട്ടിക്കിളിൻ്റെ ഈ പാത്തിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? പരാബോളിക് ആയിരിക്കും. ഓക്കെ, 3 വേർഡ് പഠിച്ചോ. ട്രജക്ടറി, സഞ്ചരിച്ച പാതേനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. ആ പാർട്ടിക്കിളിനെ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നു. അതിൻ്റെ ഷേപ്പിനെ പരാബോളിക് എന്ന് പറയുന്നു. ഇനി പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ്. ഇപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്. എ എന്ന് പറയുന്ന എൻഡിൽ നിന്നൊരു പാർട്ടിക്കിൾ ആൽഫ എന്ന് പറയുന്ന ആംഗിളിൽ ബിയിലോട്ട് എറിയുന്നുണ്ട്. എ മുതൽ ബി വരെ വരാൻ വേണ്ടി ആ പാർട്ടിക്കിൾ സഞ്ചരിച്ച പാത്താണ് ട്രജക്ടറി. ആ പാർട്ടിക്കിളിനെയാണെന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് എന്താണ്? പരാബോളയാണ്. ഓക്കെ, ഇനി അതിനെ എറിഞ്ഞ വെലോസിറ്റീനെയാണ് യു എന്ന് പറയുന്നത്. അതുപോലെ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിനെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നും അത് സഞ്ചരിച്ച ആംഗിളിനെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നും പറയുന്നു. ഓക്കെ, ഇതിൽ കുറച്ച് ടേംസ് നോക്കാം. എന്താണ്? ഫസ്റ്റാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് യു എന്നാണ്. നോക്കാം എന്താണ്. ദ വെലോസിറ്റി വിത്ത് which a particle is projected into space is called the velocity of projection. ഒരു പാർട്ടിക്കിളിനെ സ്പേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എറിയുന്നു. അത് ഏത് വെലോസിറ്റിയിലാണോ എറിയുന്നത് ആ വെലോസിറ്റിനെയാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം. ദ വെലോസിറ്റി വിത്ത് വിച്ച് എ പ്രൊജക്റ്റൈൽ ഈസ് പ്രൊജക്റ്റഡ്. പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ആരെയാണ്? പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് പാർട്ടിക്കിളിനെയാണ്. ഓക്കെ, പ്രൊജക്റ്റൈൽ ഈസ് ഈക്വൽ ടു പാർട്ടിക്കിൾ. അപ്പോൾ വെലോസിറ്റി വിത്ത് വിച്ച് എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു സ്പേസ് ഈസ് കോൾഡ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ഇനി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. എന്തായിരിക്കും? ദിസ് ഈസ് ദ ആംഗിൾ വിത്ത് ദി ഹൊറിസോണ്ടൽ അറ്റ് വിച്ച് പ്രൊജക്റ്റൈൽ ഈസ് പ്രൊജക്റ്റഡ്. അതായത് പ്രൊജക്റ്റൈൽ എറിയുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ടി എന്നാണ്. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ഫോർ വിച്ച് ദ പ്രൊജക്റ്റർ റിമെയിൻ ഇൻ സ്പേസ്. ആ പ്രൊജക്റ്റൈൽ സ്പേസിലിരിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്? It is the distance between the point of projection and the point where particle strikes the ground. ഇതെന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? അത് പ്രൊജക്റ്റ് ചെയ്തത് മുതൽ അത് ഫൈനൽ ഏത് പോയിന്റിലാണോ വന്ന് പതിച്ചത് അതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞു? കണ്ടോ, ആ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് എറിഞ്ഞത് കണ്ടോ, എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. യുവിന് എന്ത് പറയാം? വെലോസിറ്റി എന്ന് പറയാം. ആൽഫേനെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദി പ്രൊജക്റ്റൈൽ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്തു? അതായത് എറിയുമ്പോൾ അതിന് ആ എറിയുന്ന സമയത്ത് അത് മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്തിട്ടാണ് ഏതിലോട്ട് പോകുന്നത്? 0 എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുന്നത്. ആ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. യു എന്ന് പറയുന്നത് പ്രൊജക്റ്റൈലിൻ്റെ വെലോസിറ്റിയാണ്. ആൽഫ എന്ന് പറയുന്ന പ്രൊജക്റ്റൈൽ മേക്ക് ചെയ്ത ആംഗിളാണ്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? എങ്ങനെ കണ്ടുപിടിക്കാം? ടി ഈക്വൽ ടു
2u sin alpha by g. T equal to 2u sin alpha by g. ഇനി തേർഡ് വൺ, ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി പാർട്ടിക്കിൾ. അതാണ് r a മുതൽ b വരെ എത്താൻ എടുക്കുന്ന സമയം. അത് കണ്ടുപിടിക്കുന്നത് r ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ. എങ്ങനെയാണ്? r ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, അതായത് ആൽഫ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. അതായത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവാൻ വേണ്ടിയിട്ട് എത്ര ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യണം, അത് ആൽഫയുടെ വാല്യൂ. അതായത് ആർ മാക്സിമം ആകുമ്പോൾ എങ്ങനെ? ആർ മാക്സിമം എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ ജി ആയിരിക്കും. തൊട്ട് മുകളിൽ പറഞ്ഞു ആർ ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് പോയി? ആൽഫ എന്ന് പറയുന്നത് സൈൻ 2 ആൽഫ പോയി. അതായത് അവിടെ എന്തായി? 90 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തു എന്ന് അല്ലേ? അല്ല 90. ഓക്കെ. ആർ മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. ഇനി ടൈം ടു റീച്ച് ദി ഹയസ്റ്റ് പോയിന്റ്. ഇനി അതിന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടി ഈക്വൽ ടു യു സൈൻ ആൽഫ ബൈ ജി. ഓക്കെ. അപ്പോൾ ഇത്ര ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഓക്കെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല. അതായത് ക്വസ്റ്റ്യൻ വായിക്കുക, ഗിവൺ ഡേറ്റ എഴുതുക, എന്താണ് പിടിക്കാൻ അവർ എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അത് കാണുക. അതുപോലെ തന്നെ ഇക്വേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി with the horizontal range of the particle is 5 kilometer. Find velocity of projection, maximum height attained by the projectile. ഒരു പാർട്ടിക്കിളിനെ നമ്മൾ 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് സഞ്ചരിച്ച ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണ്? 5 കിലോമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ആ പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സമയത്ത് അത് അറ്റൈൻ ചെയ്ത മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി ആൽഫ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? ഗിവൺ ഡാറ്റ ആൽഫ 60 ഡിഗ്രിയാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 1000. അപ്പോൾ ടോട്ടൽ എത്രയായി? 5000 മീറ്ററായി. ഇനി ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന? വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ്റെ വെലോസിറ്റി യു ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ആർ ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമുക്കറിയാം ഹൊറിസോണ്ടൽ റേഞ്ച് തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ. അവിടെ നിന്ന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? യു കണ്ടുപിടിക്കുക. ഓക്കെ. യു ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആർ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക, യു കണ്ടുപിടിക്കുക. യു ഈക്വൽ ടു 237.99 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സെക്കൻഡ് വൺ എന്താണ്? മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി പ്രൊജക്ടൈൽ. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ പഠിച്ചു. എന്ത് ചെയ്യുക? അത് കൊടുക്കുക. എച്ച് മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഓക്കെ. യു എന്ന് പറയുന്നത് തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g കൊടുക്കുക, ആൻസർ കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കുക? ആദ്യം വെലോസിറ്റി പ്രൊജക്ഷൻ ആയിരുന്നു. സെക്കൻഡ് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി പാർട്ടിക്കിളാണ്. ഇക്വേഷനിൽ കൊടുക്കുക, കണ്ടുപിടിക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. A particle is projected in air with a velocity 100 meter per second and at an angle of 30 degree with the horizontal. Find horizontal range, maximum height by the particle. Last one, the time of flight. അതായത് ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? എയറിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് അത് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഉള്ള വെലോസിറ്റി. എത്ര ആംഗിളിനാണ്? 30 ഡിഗ്രിയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റ് ബൈ ദി പാർട്ടിക്കിളിൻ്റെ മാക്സിമം ഹൈറ്റും ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. പാർട്ടിക്കിളിന് ഫ്ലൈറ്റ് ചെയ്യാനെടുത്ത ടൈം. യു ഈക്വൽ ടു എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൽഫ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇനി ആർ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എത്രയാണ്? യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി. തന്നിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യുക? അതിൽ കൊടുക്കുക. എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 882.77 മീറ്റർ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എച്ച് മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഇനി യു സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ് പറഞ്ഞിട്ടുണ്ട്. 100 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 30/2 ഇൻറ്റു 9.81. അപ്പോൾ എത്ര കിട്ടി? ഈക്വൽ ടു 127.42 മീറ്റർ. അതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈക്വൽ ടു 2u സൈൻ ആൽഫ ബൈ ജി.
എന്നിങ്ങനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈക്വൽ ടു 2u സൈൻ ആൽഫ ബൈ ജി 2 ഇൻറ്റു 100 ഇൻറ്റു സൈൻ 30 ബൈ 9.81 10.19 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റ് എച്ച് മാക്സിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക, കണ്ടുപിടിക്കുക. അത്രേ ഇവിടെ ചെയ്തുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ, കൈനറ്റിക്സ് ഓഫ്, അതായത് ഇത്രയും സമയം വരെ നമ്മൾ പഠിച്ചത് കൈനമാറ്റിക്സ് ആണ്. കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബോഡിയിലുണ്ടാകുന്ന മോഷന് നമ്മളെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ്. പക്ഷേ എന്ത് ചെയ്യില്ല, ആ ബോഡി ഏത് ഫോഴ്സ് എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന് ആ ഫോഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യില്ല, സ്റ്റഡി ചെയ്യില്ല. ആ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാതെ ഒരു ബോഡിയുടെ മോഷൻ പഠിക്കുകയാണെങ്കിൽ അതിന് കൈനമാറ്റിക്സ് എന്ന് പറയുന്നു. ഇനി കൈനറ്റിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. കൈനറ്റിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി മോഷൻ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ബോഡീസ് വിത്ത് കൺസിഡറേഷൻ ഓഫ് ഫോഴ്സസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദം. കൈനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ബ്രാഞ്ചാണ്. അതെന്തിനെക്കുറിച്ച് പഠിക്കുന്നു? മോഷൻ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ബോഡീസ് വിത്ത് കൺസിഡറേഷൻ ഓഫ് ഫോഴ്സസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദം. ആ മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഫോഴ്സാണോ അപ്ലൈ ചെയ്തത് അതിനെക്കുറിച്ചും കൂടെ അതിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ അതിനെ പറയുന്ന പേരാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. നോക്കാം. When a body is at rest or moving in a straight line or rotating about an axis, the body obeys certain laws of motion. These laws are called Newton's laws of motion. ഒരു ബോഡി എന്ന് പറയുന്നത് റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു ബോഡി റെസ്റ്റ് ഇരിക്കുവാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആംഗുലാർ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അത് സർട്ടൈൻ ലാസ് ഓഫ് മോഷന് സർട്ടൈൻ ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ലോസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ? എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്. അതായത് ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ഇരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മൂവ്മെൻറ്റ്, അതായത് അത് ഇരിക്കുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഒരു ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ഇരിക്കുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ബോഡിയുടെ ചേഞ്ചിനെ, ആ ബോഡിയുടെ അവസ്ഥേനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി ബോഡി ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി ബോഡി ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അതായത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നതാണ് ഇവിടെ. അതായത് മൊമെൻറ്റം എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ. തേർഡ് ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് ടു എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനും എന്തുണ്ട്? ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഉണ്ട്. ഇനി എന്താണ് മാസ് എന്ന് പറയുന്നത്? മാസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു ബോഡിയിലുണ്ടാവുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റീനെയാണ് മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഇനി വെയിറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് ബൈ വിച്ച് ദ ബോഡി ഈസ് അട്രാക്റ്റഡ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. അതായത് സെൻറ്റർ ഓഫ് ദി എർത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ആ ബോഡിയുടെ ഫോഴ്സ്, അതായത് ഫോഴ്സ് ബൈ വിച്ച്, ഏത് ഫോഴ്സ് കൊണ്ടാണോ ബോഡി സെൻറ്റർ ഓഫ് ദി എർത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി മാസ് ഓഫ് എ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് നോൺ ആസ് മൊമെൻറ്റം. മൊമെൻറ്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ. ഇനി
അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോഴ്സ് ഓഫ് അൺനോൺ മാഗ്നിറ്റ്യൂഡ് ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 150 കിലോഗ്രാം ആൻഡ് പ്രൊഡ്യൂസസ് ആൻ ആക്സലറേഷൻ ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫൈൻഡ് ദി ഫോഴ്സ്. അതായത് ഒരു ഫോഴ്സ് ഉണ്ട്, അൺനോൺ മാഗ്നിറ്റ്യൂഡാണ്, അത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ആക്ട് ചെയ്യുന്ന ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 150 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എം എന്ന് പറയുന്നത് 150, എ എന്ന് പറയുന്നത് 3 ആണ്. എഫ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. 150 ഇൻറ്റു 3, അതായത് 450 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതിനെ 450 ന്യൂട്ടൺ എന്ന്, ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് മാറ്റാം. ഇനി a force of 100 Newton acts on a body having a mass of 4 kilogram for 10 seconds if the initial velocity of the body is 5 meter per second. Determine acceleration produced in the direction of force, distance moved by the body in 10 seconds. അതായത് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, 100 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ആക്ട് ചെയ്യുന്ന ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 4 കിലോഗ്രാമും അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡുമാണ്. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ് അതിൻ്റെ, 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഏത് ആക്സലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ആക്സലേഷൻ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ബോഡി ഇൻ 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ ആ ബോഡി മൂവ് ചെയ്ത ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്, എഫ് ഈക്വൽ ടു 100 ന്യൂട്ടൺ ആണെന്നും ടി ഈക്വൽ ടു 10 സെക്കൻഡ് ആണെന്നും എം ഈക്വൽ ടു 4 കിലോഗ്രാം യു ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ ആക്സലേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എഫ് ഈക്വൽ ടു എം എ നിന്ന് എ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മൂവ് കണ്ടുപിടിക്കാനോ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, എസ് കണ്ടുപിടിക്കുക. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി തേർഡ് വൺ ആണെങ്കിലോ, ദ വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ എർത്ത് ഈസ് 980 ന്യൂട്ടൺ ഇഫ് ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് വിൽ ബി ദി വെയിറ്റ് ഓഫ് ദി ബോഡി ഓൺ ദ മൂൺ വെയർ ഗ്രാവിറ്റേഷൻ ആക്സലേഷൻ ഈസ് 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ഇത്രേ പറയുന്നുള്ളൂ. ഒരു ബോഡിയുടെ വെയിറ്റ് അതായത് എത്രയാണ്, എർത്തിലെ 980 ന്യൂട്ടൺ ആണ്. ഇനി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിലോ, എർത്തിൻ്റെ കേസാണ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എങ്കിൽ മൂണിൽ അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? ആ മൂണിൻ്റെ നോക്കുക, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓരോ പ്ലാനറ്റിലും മാറും. എർത്തിൻ്റെ ആണെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി മൂണിൻ്റെ ആണെങ്കിൽ 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമ്മുടെ സണ്ണാണെങ്കിൽ 270 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കാനാണ് എവിടെയൊക്കെ കണ്ടുപിടിക്കുക, വെയിറ്റ് എന്ന് പറയുന്നത് മൂണിൻ്റെ കണ്ടുപിടിക്കുക, സണ്ണിൻ്റെ കണ്ടുപിടിക്കുക. ഗിവൺ ഡേറ്റ എന്താണ്, എർത്തിൽ ആ ബോഡിയുടെ വെയിറ്റ് എത്രയും തന്നിട്ടുണ്ട്, 980 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. അവിടെ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എങ്കിൽ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, W ഈക്വൽ ടു എം ജി ആണ്. വെയിറ്റ് തന്നിട്ടുണ്ട്, മാസ് ആണ് അൺനോൺ, മാസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ മാസ് ഓഫ് ദി ബോഡി വിൽ റിമെയിൻ ദി സെയിം ഓൺ മൂൺ ആസ് വെൽ ആസ് ദി സൺ. മൂണിലായാലും സണ്ണിലായാലും ഒരു ബോഡിയുടെ മാസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഇനി മൂണിൻ്റെ കേസ് നോക്കിയേ, എത്ര തന്നിട്ടുണ്ട്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് 1.6 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, അവിടുത്തെ വെയിറ്റ് എന്ത് ചെയ്യുക, W ഈക്വൽ ടു എം ജി. അതുപോലെ തന്നെ സണ്ണിൻ്റെ വെയിറ്റും കണ്ടുപിടിക്കുക. എങ്ങനെ, മാസ് നമുക്ക് ഗിവൺ ആണ്, മാസ് സണ്ണിലായാലും മൂണിലായാലും എർത്തിലായാലും സെയിം ആയിരിക്കും. ജി എന്ന് പറയുന്നത് സണ്ണിൻ്റെ തന്നിട്ടുണ്ട് 270 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അത് കൊടുക്കുക ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.